Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. കഥികനല്ല കലാകാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരുവൻ. Ladies hostelലേക്ക് ഒളിഞ്ഞു നോക്കുന്ന തുടങ്ങി എന്തോ പറയുന്നുണ്ടല്ലേ പുളി തുടങ്ങി soap എടുത്ത് അമ്മാവാ കൊണ്ട് കിടന്നാണ് അമ്മാവാ. പ്രേം കുമാറും പ്രേമവും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? മനസ്സിലൊരു കാതലുള്ള മനുഷ്യനാണ്. നീ ഇന്ന് കഞ്ഞി വെച്ചില്ലടാ? ഇല്ല. ആ മനുഷ്യനായ കുറച്ച് ആത്മാർത്ഥമാണ് അവിടെ. അതെ, ഈ ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയ കഞ്ഞിയാവി, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. പ്രേമനും ഞാനും ഇന്ദ്രനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. എന്തായിരുന്നു ഇതിന്റെ കുഴപ്പം ചോദിച്ചേ? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓഹോ, അതായിരുന്നു. എന്ത് പൊട്ടക്കഥയാണെങ്കിലും ശരിയെന്ന് പറഞ്ഞാൽ അത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു നായിക. ഫ്രണ്ട്സ് എന്നുള്ള സിനിമയിൽ ആ തലയിൽ ചുറ്റിക വീഴുന്നത്, ആ സീൻ വേണ്ട, ആ ഒരു എപ്പിസോഡ് എടുത്ത് കളഞ്ഞേക്കാന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി തലയിൽ ചുറ്റിക വീഴുന്ന എപ്പിസോഡ് കളയരുത് കേട്ടോ. അത് ജഗതി ചേട്ടന്റെ ഹൈ പെർഫോമൻസ് ആയിരിക്കും, ഭയങ്കരമാണ്. അങ്ങനെ ആ സീനിൽ ഞാനില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. അവനെവിടെയാ? അവൻ അപ്പുറത്ത് ഉരച്ചോണ്ടിരിക്കാന്നേ പറയുന്നുള്ളൂ, ഞാൻ ഇല്ല സീനിൽ. ജഗതി ചേട്ടനുമായിട്ടൊരു ഇൻസിഡന്റ്. അനിയ, ആ ചെണ്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് താഴെ ഇട്ടേക്കണേ. ഈ ചെണ്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഭാഗത്ത് ഇടിച്ച റിയാക്ഷൻ അതിങ്ങനെ നിർത്തിയിട്ടുള്ളത്. Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. പുതുക്കോട്ടയിലെ പുതുമണവാളൻ ആ സമയം ഓർമ്മയുണ്ടോ ജയറാമേട്ടന്? കാരണം ഫസ്റ്റ് പടമാണ്, ഭയങ്കര റെസ്പോൺസ് കിട്ടി കേരളത്തിൽ നിന്ന്. അപ്പൊ അന്നത്തെ സതീഷ് കൊച്ചിൻ, ഗിരീഷ് കൊച്ചിൻ ഓർക്കുന്നുണ്ടോ? ഞാൻ അതിലൊരു കൊച്ചിനെ കൊണ്ടുവരട്ടെ. ഹലോ ചേട്ടായി. എന്റെ അമ്മ, ഇത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ പ്രേം കുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഇങ്ങനെ എത്രയോ നാളിന് ശേഷം ഈ ഒരു കൂട്ടുകെട്ട്, കൊച്ചിൻ ബ്രദേഴ്സ് അല്ലേ കേട്ടാ, അപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന വിഷ്വലൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ക്യാരക്ടർ വൈസ് കേട്ടോ. എനിക്കേ മറന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പോകുമ്പോ ചോദിക്കുക, ഞാൻ അതിൽ ശവം എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? മറ്റേ പ്രസന്റ് എനിക്കിത് വേണ്ട, എന്തോ ശവം എന്തോ പറയുന്നുണ്ട്. അല്ല, എങ്ങനെ ഓർത്തെടുക്കുന്നു കേട്ടോ, കാരണം അത്രയും വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു കോംബോയാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ. മിമിക്രിക്കാരെ കൊണ്ടു കിടന്നാണ് അമ്മാവാ. അല്ലെ, എന്നെ ശരിക്കും ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുന്ന ജയറാംജിയാണ്. ആ സെറ്റിൽ വെച്ചിട്ട് അല്ല, മിന്നാമിനിങ്ങനെ മിന്നു കേട്ട്. കാരണം ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എനിക്ക് റീടേക്ക് വന്നിട്ടുള്ള ഒരു ആക്ടർ എൻ്റെ കൂടെ നിന്ന് അഭിനയിച്ച ജഗതി ചേട്ടനാണ്. ജഗതി ചേട്ടൻ ഫ്രണ്ടിൽ നിന്നിട്ട് പറയില്ല ടേക്കിന് എന്താ ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ടേക്ക് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കും. എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ചേട്ടാ എനിക്ക് കാണിക്കാൻ പറയണ അടുത്ത് ഒടുവിൽ മാമുക്കോയ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ടേക്ക് സമയത്ത് കാണിക്കും. അപ്പോൾ ചിരി നിർത്താൻ പറ്റില്ല. അങ്ങനെ പ്രേമനും ഞാനും ഇന്ദ്രനുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എന്തായിരുന്നു ഇതിന്റെ കുഴപ്പം ചോദിച്ചേ? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല ഓഹോ എന്ന് പറഞ്ഞു. ഓഹോ, അതായിരുന്നു. ഞാൻ ചിരിച്ചിട്ടത് എത്രയോ. അല്ല, ഈ ഒരുപാട് പേരുടെ കഥകള് ജയറാമേട്ടൻ പറയുവേ. അപ്പൊ ഇത്രയും വർക്ക് ചെയ്തോണ്ട് പ്രേമേട്ടാ, ജയറാമേട്ടന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു കഥയുണ്ടോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ? ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആണത്. ഞാൻ തൃശ്ശൂർ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ 2-3 സുഹൃത്തുക്കൾ, അവർ പക്ഷേ നാടകമാണ് അവിടെ പഠിക്കുന്നെങ്കിൽ അവരെപ്പോഴും സിനിമയുടെ ഡിസ്കഷൻസ്. അതിലൊന്ന് അലക്സ് കടവിൽ, മറ്റൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്ത്, മറ്റൊന്ന് വി എം വിനു ഡയറക്ടർ. അപ്പോൾ ഇവരെപ്പോഴും സിനിമാ കാര്യങ്ങൾ, നാടകമാണ് പഠിക്കുന്നെങ്കിൽ അവരുടെ സംസാരം മുഴുവൻ സിനിമയാണ്. അപ്പോൾ സിനിമയെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക, അതെപ്പോഴും പറയുക, അതങ്ങനെ. അപ്പോൾ ഞാനൊരു നിശബ്ദനായിട്ട് ഇങ്ങനെ ഇവരുടെ ഇത് കേട്ടുകൊണ്ടിരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ഏതാണ്ട് ഫൈനൽ ഇയറൊക്കെ ആവുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങളൊരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് അലക്സ് കടവിലും ബിനുവും ഞാനും ഒക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെയാണ് അപരൻ കാണുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ 3 പേര് ഒരേ സ്വരത്തിൽ ഒരു അപ്കമിങ് ഒരു എന്താണ് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയാണ് പറഞ്ഞത്, വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പറയും. പിന്നെ അത് രഞ്ജിത്തിനോട് പോയി പറയുന്നു, ആ ഒരു ഗ്രൂപ്പ്. പിന്നീട് പിൽക്കാലത്ത് ഇവരെല്ലാം സിനിമയിൽ വന്നു. അതെ, അലക്സ് കടവിൽ ഒരു സിനിമ ആദ്യം അത് പ്രൊഡ്യൂസ് ചെയ്തു, അത് കാലാൾപ്പട എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് ജയറാംജി നായകനായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് രഞ്ജിത്തിൻ്റെ സിനിമകൾ, അതുപോലെ വി എം വിനുവിൻ്റെ സിനിമകൾ, ഇവരെല്ലാം സിനിമയിൽ വന്നു. അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അവരെന്ന് പറയുന്ന ആദ്യ സിനിമ ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ അതൊന്തൊരു ഒരു വരവായിരുന്നു ശരിക്കും. അത് ശരിക്കും നമ്മുടെ ഒരു എന്താണ്, താങ്ക് യു,
അതിനുശേഷം ആ ഒരു വലിയ നടനോടൊപ്പം പിൽക്കാലത്ത് കുറേ സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഇന്നും എനിക്കൊരു വലിയ അത്ഭുതമാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങളുടെ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പം ഞാനൊന്ന് കൊണ്ടുവരാൻ പോവാണ്. ആ ഗിഫ്റ്റ് ഒന്ന് എത്തിക്കാൻ പറ്റുമോ? പലരുടെയും ജെറോമേട്ട ഓർമ്മയുണ്ടോ? ജെറോമേട്ട ഓർമ്മയുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ എന്തെങ്കിലും മതി. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥികനല്ല. അയ്യോ, അതല്ല ചുമ്മാ അത് വെച്ചിട്ട് ജയറാമേണ്ട ഒരു ഭയങ്കര എപ്പിക് ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാനത് എന്തോ നോക്കിയിട്ട് തുടങ്ങി എന്തോ പറയുന്നുണ്ടല്ലേ, കുളി തുടങ്ങി. അല്ല വേറെ ഇത് കാണുമ്പം ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ ജയറാമേട്ടാ? ബൈനാക്കുലർ റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ആ ഒന്നോർത്ത് വയ്ക്കേ. വേറൊന്നുമല്ല, മറ്റേ എന്താ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് തേച്ചാൽ ദാരിദ്ര്യം മാറുമോ? അത് ഓർമ്മയുണ്ടോ പ്രേമേട്ടാ? അതിനകത്ത് ഇതാണ് നമ്മള് ഞങ്ങൾ രണ്ട് കഥാപ്രസംഗക്കാരാണല്ലോ. അപ്പോൾ ജയറാംജി രാവിലെ മുതൽ ഇങ്ങനെ ഈ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോന്ന് അന്വേഷിച്ച് രാത്രിയാകുമ്പോൾ വിശന്ന് തളർന്ന് റൂമിൽ വരും. അപ്പം ഞാൻ സാധാരണ രീതിയിൽ കഞ്ഞി വെച്ചിട്ടുണ്ടാവും. അപ്പം അന്നും ഇതുപോലെ വിശന്ന് വളരെ ഇതായിട്ട് വന്നിട്ട് ചൂടോടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കലം തുറന്നിട്ട് നോക്കുമ്പോൾ കഞ്ഞിയില്ല. അപ്പോൾ ചോദിക്കുന്നതാണ്, നീ ഇന്ന് കഞ്ഞി വെച്ചില്ലടാ? ഇല്ല. എന്തായിരുന്നു എനിക്ക് ഡയലോഗ് ഓർമ്മയില്ല. ഞാൻ തന്നെ നീ ഇന്ന് കഞ്ഞി വെച്ചില്ലടാ? ഇല്ല. എടാ മനുഷ്യനായ കുറച്ച് ആത്മാർത്ഥ വേണോടാ. അതെ, ഈ ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്തുണ്ട് അങ്ങനെ എന്തോ സാധനം? നല്ല വിശപ്പുണ്ട്, അത് എനിക്ക് വേണ്ടതിലധികം ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ഈ ബാങ്കീറ വിശപ്പില്ലാത്തപ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഈ രീതി പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനിത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നേനെ. മിമിക്രിക്കാരൊക്കെ പല വേദികൾ പറയുന്ന സാറാ ആണേട്ടാ. അപ്പൊ ഞാനിത് മേടിക്കുന്നു. രണ്ടുപേരെ ഒന്ന് ഇരുത്തുകയാണ്. ജസ്റ്റ് പ്രേമേട്ടാ പ്ലീസ്. ആ സിനിമയിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ജഗതി ചേട്ടന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ആ ഷോട്ടിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളങ്ങ് ചിരിപ്പിച്ചു കളയും. അങ്ങനെ ആ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ ജയറാമേട്ടന്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജഗതി ചേട്ടനുമായിട്ടൊരു ഇൻസിഡന്റ്, ഒരു കോംപോയില്, അതായത് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ജയറാമേട്ടൻ അവസാനം ഷൂട്ട് നിർത്തേണ്ട? അയ്യോ, ജഗതി ചേട്ടന്റെ പോലെ അത് ടേക്കിന് തൊട്ട് മുമ്പേ പറയുള്ളൂ. അത് ഇപ്പം എന്താ ഉദാഹരണം പറയുക, ഈ ക്യാമറ എവിടെ വെക്കുന്നു, ക്യാമറയുടെ ലെൻസ് എത്രയാ, എത്ര ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ അത് കൃത്യമായിട്ട് കിട്ടുമോ, എല്ലാം നോക്കി വെക്കും. സകലതും നോക്കി വെക്കും. ഇപ്പോൾ ഒരു ആക്ടറുടെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. വധു ഡോക്ടറാണെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഞാനും നദിയ മൊയ്തൊക്കെ അഭിനയിച്ച്. അപ്പോൾ അതിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ മൃഗ ഡോക്ടറാണെന്ന് അറിയുന്നത്. അങ്ങനെ ഒരു സിനിമയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അതെ അതെ. അപ്പോൾ അതിൽ ഇൻ്റർവെൽ പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓടി വരുമ്പോഴാണ് ആനയെ ചികിത്സിക്കാൻ വന്നിട്ട് ഇത് മൃഗ ഡോക്ടറാണെന്നുള്ളത് ഞാൻ അറിയുന്നത്. അതോടുകൂടി എൻ്റെ കയ്യിലിങ്ങനെ ഒരു പൂച്ചെണ്ടുണ്ട്, കഴുത്തിൽ മാലയുണ്ട്. ഇങ്ങനെ ഞാൻ തളർന്നിങ്ങനെ നിൽക്കുന്നതാണ്. ടേക്കിന് തൊട്ട് മുമ്പ് അനിയ ആ ചെണ്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് താഴെ ഇട്ടേക്കണേ. അത് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ഈ ചെണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് ഇടിച്ച റിയാക്ഷൻ, അതിങ്ങനെ കൊടുത്താണ് ഇന്റർവ്യൂ നിർത്തിയിട്ടുള്ളത്. അത് കറക്റ്റ് ടേക്കിന് മുമ്പിലെടുത്ത് അനിയ കുറച്ച് റൈറ്റിലേക്ക് ഞാൻ പറഞ്ഞു കിട്ടി, എനിക്ക് കിട്ടി. ആണ് ഒരു ആക്ടറുടെ അത്. ആ സമയത്ത് നമ്മൾ ചിരിക്കാതിരിക്കാന്നുള്ളത് ഈ എന്നൊരു ശബ്ദവും കൂടി വരും. ജഗതി ചേട്ടൻ്റെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ഒരു കഥാപാത്രത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയ്യോ അത് മുഴുവൻ അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് തന്നെ അത് കൃത്യമായിട്ട് ചെയ്യും. അത് റിഹേഴ്സൽ ചെയ്യത്തില്ല. അതാണ്. അപ്പോൾ പലപ്പോഴും കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ റിഹേഴ്സൽ ചെയ്യാത്തൊരു കാര്യം ഈ ടേക്കിൽ കാണുമ്പോൾ ഒന്ന് പതറും. പക്ഷെ ജയറാംജിയൊക്കെ അവിടെ വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. എത്ര സിനിമകളാണ് ഞങ്ങളൊരു നിങ്ങൾ രണ്ടുപേരോടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു അമ്മാവ എന്നൊരു എപ്പിക്ക് സാധനം ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ചെറിയ ആഗ്രഹം. അല്ല ശരിക്കും ഞാൻ ആ സിനിമയിൽ അത്രയും ഒരു ഇതായിട്ടൊന്നും വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട മിമിക്രി കലാകാരന്മാരാണ് അതിനെ പറഞ്ഞ് ഇങ്ങനെ പോപ്പുലറാക്കിയത്. സിനിമയിൽ പിന്നെ അമ്മാവന്മാരുടെ അനന്തരവനായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ വല്യമ്മാവ ചെറിയമ്മാവ എന്നൊക്കെ ഞാൻ നോർമലായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ മിമിക്രി കലാകാരന്മാർ വിളിക്കുന്നത് പോലെ ഇപ്പം ഞാൻ വിളിച്ചില്ലെങ്കിൽ അത് പ്രേംകുമാർ അല്ല എന്ന് പറയും. അതുകൊണ്ട് അവർ വിളിക്കുന്നതിനെ ഞാൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യും. അവർ വിളിക്കുന്നത് എങ്ങനെയാണ്, അമ്മാവാ. സിനിമയിൽ ഇത്രയും നന്നായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. സിനിമയിൽ ഇത്ര ഓടും ഇല്ല, ചെറുതായിട്ട്
ചെറുതായിട്ടേ ഉള്ളൂ. അല്ല ഇപ്പോഴും ഈ ചില സീനുകൾ കാണുമ്പോ ജയറാമേട്ടനാണ് അഭിനയിച്ചതെന്ന് മറന്നിരുന്ന് ജഗദീശേട്ടൻ ചിരിക്കുന്ന ഏത് സീനായിരിക്കും? ഇപ്പൊ പട്ടാഭിഷേകം പറഞ്ഞു, അതുപോലെ തന്നെ എല്ലാം പിടിവിട്ടിട്ടിരുന്ന് ഇപ്പൊ ടി വി കാണുമ്പോ ആ സീനിൽ പക്ഷെ ഞാനില്ല. പക്ഷെ ആ സീൻ എടുക്കണമെന്ന് നിർബന്ധിച്ചത് ഞാനാണ്. ആ സീൻ അങ്ങനെ വേണ്ടാന്ന് വെച്ച് സിദ്ദിഖ് എടുത്ത് കളഞ്ഞതാണ്. ഫ്രണ്ട്സ് എന്നുള്ള സിനിമയിൽ ആ തലയിൽ ചുറ്റി വീഴുന്നത്. ആ കാരണം പടത്തിന്റെ ലെങ്ത് ഒരുപാട് കൂടിയപ്പോൾ ആ സീൻ വേണ്ട, ആ ഒരു എപ്പിസോഡ് എടുത്ത് കളഞ്ഞേക്കാന്ന് വെച്ച് മാറ്റി വെച്ചിരുന്നു. ഒരു ദിവസം എനിക്ക് തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോകണം. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ അയ്യോ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിദ്ദിഖിനോട് പറഞ്ഞു, സിദ്ദിഖ് എനിക്ക് വേണ്ടിയിട്ട് അതിന് എന്ത് ചിലവ് വരുന്ന ഞാൻ തരാം, ആ തലയിൽ ചുറ്റി വീഴുന്ന എപ്പിസോഡ് കളയരുത് കേട്ടോ. അത് ജഗതി ചേട്ടൻ്റെ ഹൈ പെർഫോമൻസ് ആയിരിക്കും, ഭയങ്കരമാണ്. അങ്ങനെ ആ സീനിൽ ഞാനില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് അവനെവിടെയാ, അവൻ അപ്പുറത്ത് ഉരച്ചോണ്ടിരിക്കുകയെന്ന് പറയുന്നുള്ളൂ. ഞാൻ ഇല്ല സീനിൽ. ഞാൻ ഒരു തമിഴ് പടം അഭിനയിക്കാൻ വേണ്ടി പോയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തതിൽ. പറിക്കേ പോകുമ്പോൾ ഇവർ പോയിരിക്കും, അത് വേണ്ട പിന്നെ പറിക്കെന്ന് പറഞ്ഞു, നീ പറയ് അവിടെ പോയി മറ്റേത് അത് പറയുന്നില്ലേ, അതിൽ ഞാൻ ഇല്ല. അപ്പൊ ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ, അവൻ എവിടെയാന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ഉരച്ചോണ്ടിരിക്കുകയെന്ന് പറയുന്നുള്ളൂ, ഞാൻ ഇല്ല ഇതില്. അപ്പൊ ആ സീൻ എന്താണ് അന്ന് അത് മിസ് ചെയ്തിരുന്നെങ്കിൽ. പിന്നെ അത് ഇപ്പോഴും ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് തല കുത്തി വീഴും ഞാൻ. ജയചേട്ടൻ തലയിൽ ചുറ്റിയ വീണിട്ടുള്ളത്. അതിനകത്ത് ആ തലയിൽ ചുറ്റിക വീണിട്ട് ഈ ബോധം പോകുന്ന അവസ്ഥയിൽ കറങ്ങി വന്നിട്ട് ഇത് മുകളിലോട്ടൊരു നോട്ടം. അതൊക്കെ എന്തൊരു അതാണ് ഒരു ആക്ടറുടെ ഏറ്റവും ഒരു മൈന്യൂട്ട് സാധനം. ഈ കറങ്ങുന്നതിനിടയില് അല്ല അതുപോലെ ഇത് പറയുമ്പോഴും പ്രേമേട്ട ഇങ്ങനെ സ്പോട്ടില് ഇതുപോലെ ഇംപ്രവൈസ് ചെയ്യുന്ന വേറെ ഏതൊക്കെ ആക്ടേഴ്സ് ഉണ്ട് നമുക്ക് മലയാളത്തിലാണെങ്കിൽ? എല്ലാവരും ഉണ്ടല്ലോ. മലയാളത്തിൽ ആരാണ് മോശം? മണിരത്നം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 10-25 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. മലയാളം പോലെ ഇത്ര നിങ്ങൾക്ക് ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ലോകത്തില്ല എന്നാണ് പറഞ്ഞത്. ലോകത്ത്. കാരണം ഒന്ന് വിട്ടാൽ വേറൊരാൾ, അയാൾ വിട്ടാൽ വേറെ, അത് വിട്ടാൽ ഇപ്പുറത്ത്. എത്ര പേരാണ്, ഓപ്ഷൻസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ക്യാരക്ടർ എടുക്കണമെങ്കിൽ 50 പേരുണ്ട്. അത് മലയാളത്തിലല്ലാതെ ലോക സിനിമയിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും വലിയൊരു സംഭവം അതാണ്. എല്ലാ ആക്ടേഴ്സും വലിയ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഭാഗ്യം. എൻ്റെ മകൻ ഏറ്റവും വലിയ ലോസ് ആയിട്ട് പറയുന്ന കാര്യം അതാണ്. പഴയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ അപ്പാ തിലകൻ ചേട്ടനെ കാണുമ്പോൾ അയ്യോ എനിക്ക് കൂടെ അഭിനയിക്കാൻ പറ്റും, നെടുമുടി കൊണ്ട് അയ്യോ അപ്പാ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കാണുമ്പോൾ മാമുക്കെ കാണുമ്പോൾ എല്ലാവരും പറയും അയ്യോ എനിക്ക് ഒരു ചാൻസ് കിട്ടിയില്ല ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ. ആണ് അത്രയും ലെജൻസിനെയൊക്കെ നമ്മൾ ഓർക്കാണ്. അല്ല ഞാനൊരു ഇതിന്റെ ഇടയിൽ ഒരു ഫണ്ണി സാധനമാണ്. കാരണം ജയറാമേട്ടൻ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾ രണ്ടുപേരും അത്ര അസോസിയേഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കാം, നിറയെ പ്രേമങ്ങൾ വല്ലതും ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഇനി നമ്മൾ പ്രേംകുമാർ എന്ന പേര് പ്രേമേട്ടന് കിട്ടാൻ സാധ്യത? പ്രേംകുമാറും പ്രേമവും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും ഒരു മനസ്സിലൊരു കാതലുള്ള മനുഷ്യനാണ്. ആണ്. അതാണ് ഒരാളോട് ഒരുപാട് ഉണ്ട് മനസ്സിൽ. വേറെ സെറ്റിലൊന്നും അല്ലാതെ ഒന്നും അറിയുന്ന രീതിയിലൊന്നും ഇല്ല അല്ലേ ജയറാമേട്ട? ഇല്ല, നല്ല മനുഷ്യനാണ്. നല്ല ഒരു ദുസ്വഭാവങ്ങളില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനാണ്. താങ്ക് യു. ഒന്നുമില്ല, വേറെ വീക്ക്നെസ് എന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാം ഈ കഥ പറയുന്നതിന്റെ ഒരു എക്സ്പെർട്ട് മുകേഷ് ഏട്ടനാണ്. പക്ഷെ ജയറാംജി നമ്മുടെ ഈ പുതുക്കോട്ടയുടെ സമയത്ത് ഒരു കഥയുണ്ടാക്കി. അതൊരു ഹൊററായിരുന്നു. എനിക്കത് ഇപ്പോൾ അത് അത്രയും കൊണ്ട് പറയാൻ പറ്റത്തില്ല. അന്ന് ആനി ബിന്ദുജ ഇവരെല്ലാം ഇരുന്നിട്ട് ഈ കഥ കേട്ടിട്ടേ ഇവര് സത്യത്തിൽ അപ്പോഴും ഉണ്ടാക്കിയൊരു കഥയാ. പക്ഷെ ഈ ഇവര് പേടിച്ച് വരച്ചിട്ട് അന്ന് രാത്രി ഒന്നും അവർ ഉറങ്ങിട്ടില്ല, പിറ്റേന്നൊന്നും പറഞ്ഞു അങ്ങനെ ബിൽഡ് ചെയ്യും. അതാണ് ജയറാംജിയുടെ ഒരു ഭയങ്കരമാണ്. അത് മിമിക്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു അല്ലേ ഏട്ടാ? അങ്ങനെ നായികമാരെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കിയത് പറയാം, അതിന് അതിന്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ അത് പറയും. അത് ഭയങ്കര അല്ല അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു നായിക ഏതായിരിക്കും? പെട്ടെന്ന് ജയറാമേട്ടൻ പറഞ്ഞ് കൺവിൻസ്ഡ് ആയി എന്ത് പൊട്ടക്കഥയാണെങ്കിലാ ശരിയെന്ന് പറഞ്ഞ് അത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു നായിക? അതാണ് ജയറാമേട്ടൻ പറഞ്ഞത് വിശ്വസിക്കും, ചേച്ചി വിശ്വസിക്കും അത്? അങ്ങനെയില്ല. അങ്ങനെ 1-2 കഥകൾ പറഞ്ഞത് ഉർവശി വിശ്വസിച്ച് വേറെ സ്ഥലത്ത് ഉർവശി പാവം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാന്നുള്ളത് പാവം എന്നെ വിശ്വസിച്ച് അത് പോയി പറഞ്ഞതാ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് എന്നാലും ഉർവശി പറയാം ആണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പം പറയേണ്ട ഒരു കോമ്പിനേഷനിൽ ഒരു പേരൂടെ ഉണ്ട്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ. അയ്യോ, കാരണം അനിയൻ ബാവ ചേട്ടൻ ബാവയുടെ ഒക്കെ സമയത്ത് എന്ത് നല്ല സപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇന്ദ്രൻ വന്നല്ലേ. പക്ഷെ അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ജയറാമേട്ട? എങ്ങനെയായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ സെറ്റിലൊക്കെ? കാരണം ഇന്ദ്രൻ തുടക്കം അപരന്റെ സമയത്തൊക്കെ ഇന്ദ്രൻ കോസ്റ്റ്യൂമറാണ്. ഇന്ദ്രൻസ് എന്നുള്ള അപരൻ്റെ ഒക്കെ എല്ലാം പത്മനാഭ സാറിൻ്റെ എല്ലാ പടങ്ങളുടെയും കോസ്റ്റ്യൂമറാണ്. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കും. ആ വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ ഇന്ദ്രനോട് എപ്പോഴെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭയങ്കര സ്പാർക്കായിട്ട് വരുന്നുള്ളത്, ഒരു ഭയങ്കര ആക്ടറായിട്ട് വരുന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി പിടിച്ചു ആ കോമഡിക്ക്.
അത് കഴിഞ്ഞ് ഞങ്ങൾ എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ആ സമയത്തും ഞാൻ ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു ആക്ടർ ഇന്ദ്രനകത്തുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ദ്രനോട് എപ്പോഴെങ്കിലും ചോദിച്ചോ? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളാണ് എല്ലാം ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആളാണ്. കണ്ടാൽ വളരെ ഒരു സൗമ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്ന ആളാണ്. സെൻസിബിൾ ആണ്, വളരെ സെൻസിബിൾ ആണ്. അപ്പൊ എന്തായാലും ജയറാമേട്ടൻ ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ പ്രേമേട്ടൻ ഇവിടെ ഓടി എത്തി. അതിനൊരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇപ്പൊ വലിയൊരു പോസ്റ്റൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതിന്റെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ഇവിടെ ബിഹൈൻഡ് വുഡ്സിന് വേണ്ടി ജോയിൻ ചെയ്തതിന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു. അല്ല, വലിയൊരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമാണ്. നമ്മൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ആണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. അപ്പോൾ ജയറാംജിയൊക്കെ ആയിട്ടുള്ള എനിക്ക് ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ ഉള്ള ഏറ്റവും വലിയ മിസ്സിങ് എന്ന് പറയുന്നത് സിനിമയല്ല, ഇതുപോലുള്ള ഈ വലിയ കലാകാരന്മാരും ഒത്തുള്ള ആ ഏറ്റവും വലിയ സുവർണ നിമിഷങ്ങളാണ്. എന്തുമാത്രം കഥകൾ ഇങ്ങനെ പറയുക. അത് ഇന്നസെന്റ് ഏട്ടനൊക്കെ ഉള്ളപ്പോൾ, ഈ സിനിമയിൽ ഇന്നസെന്റ് ഏട്ടനൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ കഥകൾ ഇങ്ങനെ പറയാൻ അപാരമായ കഴിവുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ അത്തരം ഏറ്റവും നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ മിസ്സാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം. അതാണ് ജയറാംജിയുടെ എങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എവിടെയാണെങ്കിലും ഞാൻ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്ക് യു. ആ ഒരു സൗഹൃദം ഇത്രയും തീവ്രമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അല്ല, പലരും ഈ മിമിക്രി എന്ന് പറയുന്ന എന്തോ ഒരു ഇതായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ വളരെ ആദരവോടുകൂടിയും ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരു കലയാണ് മിമിക്രി. അത് ഈ അനുകരണമാണ് ശരിക്കും കലയെന്ന് പറയുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ ഒരു നിർവചനം അതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴും ആ കഥാപാത്രത്തെ നമ്മൾ അനുകരിക്കുക തന്നെയാണ്. അപ്പോൾ മികച്ച ഒരു മിമിക്രി ഒരു ആർട്ടിസ്റ്റിന് അപാരമായ റേഞ്ചിൽ അഭിനയിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും മിമിക്രി എന്ന് പറയുന്നത് ഞാനൊരു വലിയ ഉദാത്തമായ ഒരു കലയായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. എന്തായാലും വലിയൊരു കൈയടി കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. ജയറാംജിക്ക് ആ ഒരു അരങ്ങിൽ നിന്ന് വന്നതാണ് ഏറ്റവും വലിയൊരു കരുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് കഥാപാത്രമായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും. തമാശ അല്ലാത്ത അതിനപ്പുറം. ഇനിയിപ്പോൾ പുതിയൊരു സിനിമ ഇപ്പോൾ റിലീസാകാൻ പോകുന്നുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയടി കൊടുക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മീറ്റില് പ്രേമേട്ടന്റെ ഒരു പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് മഹാസംഭവങ്ങൾ ഇനി ഉണ്ടാവട്ടെ സിനിമയിൽ. കഥാപാത്രങ്ങളായിട്ട്. Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewelers, Kerala's biggest wholesale and manufacturing jewelers.